ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ വന്നിട്ടുള്ളത് ബീൻ ലബാനിലും സൈൻ ലബാനിലെല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള ചീസ് ബോംബിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഭയങ്കര സിമ്പിളാണ് ഈ ഒരു റെസിപ്പി ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ട്രെൻഡിങ് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഈ ഒരു കുനാഫ ഡോ ആണ്. കുനാഫ ഡോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വേമസലയില്ലേ, അത് വേണമെങ്കിലും തിന്നായിട്ടുള്ള വേമസലയെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് വേമസല എടുത്താലും മതി. ആദ്യം തന്നെ ഞാനിങ്ങനെ കൈ കൊണ്ടൊന്ന് ഇതേപോലെ ചെയ്തെടുക്കാൻ നോക്കി, പക്ഷേ ഇത് കുറച്ചുകൂടി ചെറിയ സൈസിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് പറ്റൂല എന്ന് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ കട്ടിംഗ് ബോർഡിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കലാണ്. ഇത് ഇതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് കഴിയൂട്ടാ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതേപോലെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ വേമസലി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽട്ടാക്കി എടുക്കാം. നല്ലോണം മെൽട്ടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കുനാഫ ഡോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു റോസ്റ്റിംഗ് പരുവെന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയി കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ച് ആവണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുക. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇട്ട ബട്ടറിലെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മൊത്തത്തിൽ കരിഞ്ഞു പോയിട്ട് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിം അങ്ങനെ വേണം കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇതേപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുനാഫ ഡോ ഒന്ന് ചൂടാറുന്ന സമയം കൊണ്ട് ചീസ് ബോംബിന്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ക്രീം ചീസാണ്. നോർമൽ വാങ്ങല് മിൽക്കി മിസ്റ്റിന്റെ ആണ്, പക്ഷെ ഇപ്പൊ എനിക്ക് വേറൊരു ബ്രാൻഡിന്റെ ക്രീം ചീസാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇനിയിപ്പോൾ ഈ ഒരു ക്രീം ചീസും അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ബൗള് സെറ്റ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയധികം ഫില്ലിങ് എടുക്കുന്നത്. നിങ്ങൾ ഒരു ബൗളാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബോട്ടിലിന് ഹാഫ് പോർഷൻ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. നല്ല സ്മൂത്ത് സിൽക്കി ഫോമിൽ എത്തുന്ന സമയത്ത് ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ആദ്യം തന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു കുനാഫ ഡോ ഉണ്ടല്ലോ റോസ്റ്റ് ചെയ്തത്, അതിലേക്ക് കുറച്ച് പിസ്താഷ്യൂ ക്രീം, ഞാനിപ്പോൾ കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ള പിസ്താഷ്യൂ ക്രീം ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ആ ഒരു ക്രീമാണ്, റെഡിമെയ്ഡ് ക്രീമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ടും ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. പിസ്താഷ്യൂ ക്രീമിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ തന്നെ എൻ്റെ ചാനലിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബി ലബാനിലും സൈൻ ലബാനിലെല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള സലങ്കാട്ടിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൂടി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള പിസ്താഷ്യൂ ക്രീം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഈ ഒരു ബൗളാണ് ഞാൻ ഇതിപ്പോൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ബി ലബാനിലും സൈഡ് ലബാനിലെല്ലാം ഈ ഒരു ടൈപ്പ് ബൗളിൽ ഇട്ട് നമുക്ക് സെൻട്രലായിട്ട് ആ ഒരു ക്രീം വെച്ചതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാനിതിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുനാഫ ഡോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് എല്ലാ ഭാഗത്തും ഇതേപോലെ തിന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് സൈഡിലേക്കെല്ലാം ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ സൈഡിലേക്കെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് വേണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട്
വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ചീസും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ആ ഒരു സ്പ്രെഡ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലി സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വീഡിയോൻ്റെ പെർഫെക്ഷന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടിയും കുനാഫൻ്റെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് മൊത്തത്തിൽ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഹാർഡാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ആ ഒരു ടൈമിൽ ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ക്രീം വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ മിൽക്ക് കോമ്പൗണ്ടും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ 400 ഗ്രാം വരുന്നതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ ഇതേപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇതേപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ന്യൂട്ടെല്ല സ്പ്രെഡ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടിയും റിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു പ്ലേറ്റിലാണ്. ഇത് നമ്മുടെ കേക്കിൻ്റെ ആക്സസറീസ് എല്ലാം കിട്ടുന്ന ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു നമ്മുടെ ബൗളുണ്ടല്ലോ അത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്ന ആ ഒരു സെയിം ടെക്സ്ചറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ. നല്ല അടിപൊളിയല്ലേ കാണാൻ, അതേപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് മടുപ്പിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ടേസ്റ്റ് ഒന്നല്ല. നമുക്ക് 3-4 സ്പൂണെല്ലാം സുഖമായിട്ട് കഴിക്കാം. ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുള്ള ആ ഒരു സ്ഥലം കാട്ടിയും ഓവർ മധുരമൊന്നും ഇല്ലാണ്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇത്. ഇനിയിപ്പോൾ കുറച്ച് പിസ്താഷ്യൂ ക്രീം എടുത്തിട്ട് ഇതേപോലെ ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അറ്റ് ലാസ്റ്റ് നമ്മൾ ചീസ് ബോംബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ചീസ് ബോംബിൻ്റെ റെസിപ്പിയാണ് ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് എത്രത്തോളം ടേസ്റ്റിയാന്നുള്ളത്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വേറെ ഒരു സന്തോഷം കൂടിയല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്ക്. നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ എന്നെ വിശ്വസിച്ചോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം അടിപൊളിയാണ്. ഇത് എന്താ പറയുക, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. നിങ്ങളിത് പുറത്ത് നിന്ന് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അഥവാ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ ചോദിച്ചോളൂ. ഞാൻ അതിനുള്ള റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ, അസ്സലാമു അലൈക്കും.